ഇതുണ്ടോ മാംഗോയുടെ സ്ട്രോബെറിയുടെ ഒക്കെ ഐസ്ക്രീം ഇരിക്കുന്നത്. അവക്കാഡോ ഉണ്ടോ? അവക്കാഡോ ഉണ്ട്. അവക്കാഡോ ഐസ്ക്രീം എടുത്താൽ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്നല്ലേ. നല്ല അടിപൊളി പാക്കേജ് ആയിരുന്നു കേട്ടോ. ഇത് എങ്ങനെ കഴിക്കേണ്ടതെന്നൊക്കെ എഴുതി ഇതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ തുറന്ന് പുറത്തേക്ക് എടുക്കണം. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ ആ ഗ്രീൻ കളറുള്ള സംഭവം ഒരു പ്ലാസ്റ്റിക് ആണ്. അതിൻ്റെ പൊക്കത്തേക്കായിട്ടാണ് ഈ ഐസ്ക്രീം വരുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിലുള്ള അവക്കാഡോയുടെ സീഡ് പോലെ വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ചോക്ലേറ്റ് പൊട്ടിച്ച് കഴിയാൻ നേരത്ത് പണ്ടത്തെ ബോംബ് മിഠായില്ലേ ഈ വായിലിടുമ്പോഴത്തേക്ക് ഇങ്ങനെ ഫയർ ക്രാക്കർ പോലെ പൊട്ടുന്നത്, അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റും അതുപോലെ തന്നെ പൊട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ അവക്കാഡോയുടെ ഫ്ലേവർ ഒന്നും എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ചെറിയൊരു പാലിൻ്റെ ടേസ്റ്റ് ആയിരുന്നു എനിക്ക് തോന്നിയത്. ഇത് കഴിഞ്ഞിട്ട് ടാരോ ചോക്ലേറ്റ് കേക്കും കൂടി ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ഹലോ, ഐ ആം യോസ് ടാരോ. ടാരോ ക്ലാസിക് ഞാൻ മുമ്പും കഴിച്ചിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഈ പ്രാവശ്യം ടാരോ ചോക്ലേറ്റ് ട്രൈ ചെയ്യാന്ന് വെച്ചത്. ഇത് ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. മുകളിൽ ചോക്ലേറ്റ് സോസ് ഒക്കെ ഒഴിച്ച് കഴിക്കുമ്പോഴത്തേക്ക് അടിപൊളിയായിരുന്നു. ഇതിനധികം മധുരമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഒട്ടും അട്ടിക്കുന്നുണ്ടായിരുന്നില്ലേ. ഞാനും ഐസും കൂടി ഇത് കഴിച്ച് തീർത്തതേ അറിഞ്ഞില്ല. അത്ര ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇത്. അത്രേ ഉള്ളൂ. ഞങ്ങൾ ഇത് പേൾ ഖത്തറിലെ മോണോപ്രിന്നാണ് വാങ്ങിച്ചത്. ബൈ.